ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഏപ്രിൽ 12-ാം തീയതിയാണ്. അങ്ങനെ ഞങ്ങൾ ചോക്ലേറ്റ് ഫാക്ടറി കണ്ടു, ടീ ഫാക്ടറി കണ്ടു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ലേക്കിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ലേക്കിൽ ഞങ്ങൾ ബോട്ടിങ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ ആ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി. അപ്പോഴാണ് അവിടെ ഒരു ട്രെയിൻ ഓടുന്നത് കണ്ടത്. അപ്പോൾ ഞങ്ങൾ ഓടി നേരെ ട്രെയിനിൻ്റെ അടുത്തേക്ക് പോയിട്ടാണ്. ഇതാണ് ലേക്ക്. അപ്പോൾ ട്രെയിനിൻ്റെ അടുത്ത് പോയപ്പോഴാണ് ഞങ്ങൾ ഓടി കയറാൻ നോക്കി. അപ്പോഴാണ് ഒരാൾ തടഞ്ഞിട്ട് പറഞ്ഞത് ടിക്കറ്റ് എടുത്താലേ അതിനകത്ത് കയറാൻ പറ്റുള്ളൂ എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമായിരുന്നു എടുത്തത്. അങ്ങനെ ഞങ്ങൾ ഓടിപ്പോയി ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങളെ ടിക്കറ്റ് കാട്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ആ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി. നല്ല രസമുണ്ട് കേട്ടോ. ഓരോ കുട്ടി കുട്ടി ബോഗികളാണ്. അപ്പോൾ നമുക്ക് അതിൽ കയറി കഴിഞ്ഞാൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ലേക്കിൻ്റെ എല്ലാ വ്യൂവും നമുക്ക് കാണാൻ പറ്റും. സ്പീഡ് ബോട്ടും റോബോട്ടും പെഡൽ ബോട്ടും ഒക്കെ ഇങ്ങനെ പോണത് കാണാൻ പറ്റും. അതുപോലെ എൻ്റെ തൊട്ട് അപ്പുറത്തെ സൈഡിലാണെങ്കിൽ കുട്ടികൾ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങളതൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറി ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വിശാലമായി കിടക്കുന്ന നമ്മുടെ ലേക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലേക്കിൽ നമ്മൾ വിചാരിക്കും കുറച്ച് ആൾക്കാരൊക്കെയാണ് അതിൽ പോവുള്ളൂ എന്നൊക്കെ. പക്ഷെ ലേക്ക് നിറച്ചും ആളുകളുണ്ടായിരുന്നു. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ട്രെയിൻ പോയിക്കൊണ്ടിരുന്നത് ഒരു ടണലിൻ്റെ ഉള്ളിൽ കൂടെ ആയിരുന്നു കേട്ടോ. അതാണ് ഇത്തിരി ഇരുട്ട് പോലെ കാട്ടിയത്. അപ്പം ഞങ്ങൾ അടുത്തത് ബോട്ടിങ്ങിന് പോകാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ബോട്ടിങ്ങിൻ്റെ അവിടെ പോയി നിന്ന് കഴിഞ്ഞപ്പോൾ നല്ല തിരക്കായിരുന്നു. എന്നാലും സാരില്ല എന്നൊക്കെ കരുതി ഞങ്ങൾ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്ത് നിന്ന് ഞങ്ങൾ അവസാനം ബോട്ടിലൊക്കെ കയറിയിട്ടാണ്. അങ്ങനെ ഞാൻ ബോട്ടിൽ കയറിയിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം ഫോൺ എങ്ങനെ അതിനകത്ത് വീണ് പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ റിസ്ക് എടുക്കാൻ നിന്നില്ല. എന്നാലും ഒരുവിധം ലേക്കിൻ്റെ വ്യൂസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കരയിൽ നിന്നിട്ടാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ലേക്കിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഞങ്ങളിങ്ങനെ ട്രെയിനിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ട്രെയിനിൽ പോകുമ്പോഴാണ് നല്ല ഭംഗിയുള്ള മരങ്ങൾ, ചെടികൾ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സ്പീഡ് ബോട്ടുകൾ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങളൊരു സെൽഫിയൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് അടുത്തത് ഞങ്ങൾ നേരെ പോയത് കുതിരയുടെ പുറത്ത് കയറാനാണ്. ആദ്യം തന്നെ കുതിരയുടെ പുറത്ത് കയറിയിരുന്നത് നമ്മുടെ ജോണു ആയിരുന്നു. അപ്പോൾ കുതിര പതുക്കെ അവനെയും കൊണ്ട് പോയി. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ പേടിയായി. അപ്പോൾ ഞാൻ വേഗം ആ കുതിരയുടെ മൂക്കുകയറുമ്പോൾ അയാൾ പിടിക്കാൻ പറഞ്ഞപ്പോൾ ആൽജസ് അങ്ങനെ പിടിച്ചപ്പോൾ കുതിര നിന്നു. അങ്ങനെ നിന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് കേട്ടോ ഞങ്ങൾ എടുത്തത്. അത് ഇങ്ങനെ നടന്നു പോയതൊന്നും ഞാൻ ഹോഴ്സ് റൈഡിങ് ചെയ്തതൊന്നും എടുത്തിട്ടില്ല. ഇത് ലേക്കിൽ ഞങ്ങൾ കയറിയിട്ടുള്ള വ്യൂസാണ് ഈ കാണണതൊക്കെ. അതായത് ബോട്ടിങ്ങിന് തൊട്ട് മുപ്പാടുള്ള വ്യൂസാണ് കേട്ടോ ഇതൊക്കെ. ബോട്ടിങ് ചെയ്യണതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇതിൽ എടുത്തിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉച്ച സമയമായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തായിട്ട് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ സ്കീഡ് ബ്ലാക്ക് കറൻറ്റ് ഐസ്ക്രീമാണ് കേട്ടോ കഴിക്കുന്നത്. അതിന് 40 രൂപയാണ്. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു. അപ്പോൾ ജോണുനും ചെറിയൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് തലശ്ശേരി റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു. അവിടെ പോയിട്ട് ഞങ്ങൾ ഒരു കോഴി ബിരിയാണി കഴിച്ചു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അടുത്തത് ഇനി എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ തണ്ടർ വേൾഡിൽ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തു. ഇതാണ് കേട്ടോ ജൂനിയർ കുപ്പണ്ണ എന്ന് പറയുന്ന ഹോട്ടൽ. അപ്പോൾ ഇവിടെ കയറി കഴിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ നേരത്തെ തലശ്ശേരി ബിരിയാണി കഴിച്ചതുകൊണ്ട് പിന്നെ കഴിക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ഞങ്ങൾ തണ്ടർ വേൾഡിൽ ചെന്നിട്ട് ഞങ്ങൾ സ്നോ വേൾഡ് കാണാനായിട്ട് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. അങ്ങനെ അപ്പോൾ തന്നെ അവർ നമുക്ക് ജാക്കറ്റും പിന്നെ കാലുമിടാനുള്ളതും കൈമിടാനുള്ളതൊക്കെ അവർ തന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഇട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് തുറന്നകത്ത് കയറിയപ്പോൾ ഞങ്ങളുടെ ബോധം പോയി. അത്രയ്ക്കും തണുപ്പും പിന്നെ പാട്ടും ഭയങ്കര സൗണ്ടിലാണ് പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഹിന്ദി സോങ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും സ്നോ എടുത്തിട്ട് ഇങ്ങനെ മേത്തിക്ക് എറിയലും എൻ്റെ മേത്തിക്ക് ആരൊക്കെയോ എറിയുണ്ടായിരുന്നു. എനിക്കൊരു എഴുത്തും പിടുത്തും കിട്ടിയില്ല. അങ്ങനെ ആൽജിസിൻ്റെ മേത്തിക്കും എറിയുണ്ടായിരുന്നു ആൾക്കാർ. അങ്ങനെ അവർ കമ്പനി കൂടാനായിട്ട് സ്നോ എറിഞ്ഞ് കളിക്കാം കമ്പനി കൂടാനായിട്ട് വിളിക്കുന്നതാണ് കേട്ടോ അവർ. ജോണു അവരുടെ സെറ്റായി അവൻ തുടങ്ങി തിരിച്ച് അവരെ അങ്ങോട്ട് സ്നോ എറിഞ്ഞു തുടങ്ങി, ഞങ്ങൾ എറിഞ്ഞു തുടങ്ങി. അങ്ങനെ ഭയങ്കര കളിയായിരുന്നു സ്നോയിൽ കിടന്നിട്ട്. എന്നിട്ട് എന്തുണ്ടായിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ എല്ലാം ഇട്ടിരിക്കുന്ന ഈ ഷൂ എന്നല്ല കേട്ടോ എന്നെ പറയാം. കുറച്ചും കൂടി അതിനെന്താണ് പറയാന്നുള്ളത് നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇതൊരു റബ്ബറിൻ്റെ മെറ്റീരിയലായിട്ട് വരുന്ന ഒരു ഷൂ ആണ് കേട്ടോ. ഏകദേശം നമ്മുടെ മുട്ടുമേക്ക് എത്തണില്ല, ഒരു 3/4 ഭാഗത്തോളം ഇങ്ങനെ കയറി നിൽക്കുന്ന ഒരു ഷൂ ആണ് ഇട്ടത്. അത് നമ്മൾ ഇടണം. കാരണം അല്ലെങ്കിൽ അത്രയും സ്നോ ആണ്. നമ്മുടെ കാലല്ലെങ്കിൽ മരവിച്ച് പോകും. നമ്മൾ നോർമലായിട്ടുള്ള ചെരുപ്പോ അങ്ങനത്തെ ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും തണുപ്പാണ്. ബാക്കി ഭാഗത്ത് നമുക്ക് പാൻറ്റൊക്കെ വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല.
പ്രശ്നമില്ല. പിന്നെ കയ്യിൽ ഗ്ലൗസ് ഉണ്ട്, പിന്നെ മുകളിൽ ജാക്കറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഞങ്ങൾ സ്വെറ്റർ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ജാക്കറ്റ് ഇട്ടിട്ടാണ് ഞങ്ങൾ കയറിയത് കേട്ടോ. അവർ പറഞ്ഞു സ്വെറ്ററൊന്നും ഊരരുത്, ഭയങ്കര തണുപ്പാണ് ഉള്ളിൽ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അത്രയും പ്രതീക്ഷിച്ചില്ല. ഒരു എന്തെങ്കിലും ചെറിയൊരു തണുപ്പ് ഊട്ടിയിലത്തെ ഞങ്ങൾ പോയപ്പോൾ അങ്ങനത്തെ ഒരു തണുപ്പൊക്കെ ആയിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്. ഉള്ളിൽ കയറിയപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ സ്നോ ഒക്കെ ഉണ്ടെന്ന് തന്നെ ഞങ്ങൾക്ക് അറിഞ്ഞത്. ഞങ്ങൾ ഇതുവരെ ഇതിക്ക് ഞാൻ 2014 പോയപ്പോഴും ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്നോ ഒക്കെ എറിഞ്ഞ് കളിച്ചു. അങ്ങനെ ഞാൻ മെയിനായിട്ടും ചെയ്തത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. തമ്പനയിൽ വെക്കാൻ പറ്റിയ നല്ല നല്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ സ്നോയിൽ കുറച്ച് നേരം കളിച്ചു. പിന്നെ അത് ഉരുട്ടി ബോളാക്കി കളിച്ചു, അത് എറിഞ്ഞ് കളിച്ചു. അങ്ങനെ സ്നോ ആദ്യമായിട്ട് ലൈഫിൽ കണ്ടതിൻ്റെ ഒരു സന്തോഷമായിരുന്നു കേട്ടോ എനിക്ക്. അങ്ങനെ സ്നോയിൽ കുറച്ച് നേരം കളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ജോണു കരച്ചിൽ തുടങ്ങി. കാരണം എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കാലിൻ്റെ ഈ ഇട്ടിരിക്കുന്ന റബ്ബറിൻ്റെ ഷൂ കുറച്ച് ലൂസാണ്. അതിലേക്ക് സ്നോ കയറിയിട്ട് അവൻ്റെ കാല് ഐസായി. അപ്പോൾ ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ വേഗം അത് ഊരിയിട്ട് എൻ്റെ ബാഗിൽ കുറച്ച് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഒഴിച്ചിട്ട് ആ തണുപ്പൊക്കെ ഒന്ന് മാറ്റി. അങ്ങനെ ഞങ്ങൾ വേഗം അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് എത്ര നേരം വേണമെങ്കിലും നമുക്ക് അതിനകത്ത് നിൽക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആൾക്കാർ അധികം നേരം നിൽക്കണില്ല. തണുപ്പ് സഹിക്കാൻ പറ്റാണ്ടാകുമ്പോൾ ആൾക്കാർ വേഗം വേഗം ഇറങ്ങി പോവുകയാണ് ചെയ്യണം. കുറച്ച് നേരം കളിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വേഗം ഇറങ്ങി അടുത്ത പ്ലേസ് കാണാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതും ഒരു 4 മണി. അപ്പോൾ ചായ കുടിക്കാൻ, ഇപ്പോൾ ജോണുവിനാണെങ്കിൽ ചൂടുള്ള സാധനങ്ങൾ കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവന് ഊതി കുടിക്കാനായിട്ട് അറിയില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്ക് ഐസ്ക്രീം കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ഒരു ഐസ്ക്രീം കഴിച്ചു. ഊട്ടിയിൽ ചെന്ന് മെയിൻ പരിപാടി ഐസ്ക്രീം തീറ്റിയായിരുന്നു കേട്ടോ ഞങ്ങളുടെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാത്രിയിലത്തെ ലഞ്ചൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ക്യാമ്പ് ഫയർ, ഭയങ്കര പാട്ടും ഡാൻസൊക്കെ. അപ്പോൾ ജോൺ ഇത് കേട്ടപ്പോൾ ഭയങ്കര ഡാൻസൊക്കെ ആയി. അപ്പോൾ അവർ വിളിച്ച് അവനെയും ആ കൂട്ടത്തിൽ കൂട്ടിയിട്ട് അവർ നല്ല ഡാൻസായി. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലേക്ക് നല്ല അടിപൊളി, സ്നോ വേൾഡ് അതിലും സൂപ്പറായിരുന്നു, റോസ് ഗാർഡൻ സൂപ്പർ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണാം. ഈ ട്രിപ്പ് പാർട്ട് 2, 3 എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. റോസ് ഗാർഡൻ്റെയും ചോക്ലേറ്റ് ഫാക്ടറിയും ടീ ഫാക്ടറിയുടെ ഒക്കെ വീഡിയോസുകളൊക്കെ. അപ്പോൾ എല്ലാവരും കണ്ടോളൂ. ബാക്കി വിശേഷങ്ങൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.